ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രണ്ടാം പ്രതി മുരാരി ബാബു റിമാൻഡിലായി. നവംബർ 13 വരെയാണ് മുരാരി ബാബുവിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൊണ്ടുപോകും. ശ്രീകോവിലെ കട്ട്ളപ്പാളിയിലെ സ്വർണം അപഹരിച്ചുവെന്ന കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് തിങ്കളാഴ്ച രേഖപ്പെടുത്തും എന്ന വിവരം കൂടിയുണ്ട്. CK അഭിലാൽ ഉണ്ട്. അഭിലാൽ, കോടതിയിൽ സംഭവിച്ചത്, ഒപ്പം ഈ രണ്ടാമത്തെ കേസിലെ നടപടികൾ, അറസ്റ്റ് ഉൾപ്പെടെ. ഉച്ചതിരിഞ്ഞ് 3 മണിയോട് കൂടിയാണ് മുരാരി ബാബുവുമായി SIT സംഘം റാന്നി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിയത്. 4 ദിവസത്തെ കസ്റ്റഡി അവസാനിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു SITയുടെ നടപടി. ഇന്ന് കസ്റ്റഡിയിൽ വേണമെന്നുള്ള അപേക്ഷ കോടതിയിൽ SIT ഹാജരാക്കിയില്ല. സ്വാഭാവികമായും അദ്ദേഹത്തെ കോടതി റിമാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അടുത്ത മാസം 13 വരെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്കാണ് അയച്ചിട്ടുള്ളത്. കോടതി ഈ കേസ് ഓപ്പൺ കോടതിയിൽ തന്നെയാണ് പരിഗണിച്ചത്. ഒപ്പം തന്നെ പരിഗണിച്ച വേളയിൽ 4 ദിവസത്തെ കസ്റ്റഡി പൂർത്തിയാക്കി തിരികെ എത്തിയ പ്രതിയോട് എന്തെങ്കിലും പരാതികളുണ്ടോ എന്ന് കോടതി നേരിട്ട് ചോദിക്കുകയും ഇല്ല എന്നുള്ള മറുപടിയാണ് ലഭ്യമാവുകയും ചെയ്തത്. അതേസമയം തന്നെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന മറ്റൊരു കേസിൽ, അതായത് 2071/2025 എന്ന കേസിൽ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. അത് തിങ്കളാഴ്ച രേഖപ്പെടുത്തുമെന്നുള്ളതാണ് SIT ഇന്ന് കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. അന്വേഷണ സംഘത്തിൻ്റെ അപേക്ഷ കൂടി പരിഗണിച്ചുകൊണ്ട് പ്രതിയെ തിങ്കളാഴ്ച ഹാജരാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രണ്ടാം പ്രതി മുരാരി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കി. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. റിമാൻഡ് ചെയ്തു. നവംബർ 13 വരെ മുരാരി ബാബുവിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. ശ്രീകോവിലെ കട്ട്ളപ്പാടിയിലെ സ്വർണ്ണം അപഹരിച്ചുവെന്ന കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് തിങ്കളാഴ്ച രേഖപ്പെടുത്തും എന്നൊരു പുതിയ വിവരം കൂടി CK അഭിലാൽ നൽകുകയാണ്.